വന്ദനം വന്ദനം എന്ന് പറയുന്ന പ്രിയൻ്റെ പടം, അത് ഔസേപ്പച്ചൻ തന്നെയാണ് മ്യൂസിക്. അതിൽ വന്ദനത്തിനെ പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അന്തിപ്പൊൻവട്ടം എന്ന് പറയുന്ന പാട്ടാണ്. അന്തിപ്പൊൻവട്ടം അന്ന് ചെയ്യുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അന്നത്തൊക്കെ എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു റെക്കോർഡിങ് പെട്ടെന്ന് ഒന്നിച്ചങ്ങ് കഴിയും. കാരണം എല്ലാവരും കൂടെ, എല്ലാ ഓർക്കസ്ട്രക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ റെക്കോർഡിങ് സിസ്റ്റം മാറി. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമായിരിക്കും. ഒരിക്കലും ഈ പാട്ട് കേൾക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. അന്നൊക്കെ അങ്ങനെയല്ല, എല്ലാ ഓർക്കസ്ട്രക്കാരും ഒന്നിച്ച് വായിച്ച് റെക്കോർഡ് ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് റെക്കോർഡിങ്ങിന് കുറേ പേരുകളുണ്ടാവും. അവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ എല്ലാവരും കൂടി കേട്ട് എല്ലാവരും ആ പാട്ട് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ റെക്കോർഡിങ് കഴിഞ്ഞ് മദ്രാസിലെ അമരാവതി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിട്ടിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളുടെ ദാമോദരൻ മാഷ്, ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാഷ് പറഞ്ഞു, അല്ല ശിവു, ഈ അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ അതൊക്കെ, ഈ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചപ്പ് അത് ശരിയായില്ല എന്ന് ചോദിച്ചാൽ അതെന്താ മാഷേ? അല്ല, മാനത്ത് എവിടെയാണ് മുല്ലത്തറയുള്ളത്? ഞാൻ പറഞ്ഞു, മാഷെ തൽക്കാലം അത് അവിടെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ ഇപ്പോഴും ആ പാട്ട് എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് മാനത്ത് എവിടെയാണ് മുല്ലത്തറ എന്ന സംശയം എന്തായാലും കേരളത്തിൽ കേട്ട ആൾക്കാർക്കൊന്നും തോന്നിയില്ല, മാഷക്കന്ന് തോന്നി. അതുകൊണ്ടിട്ട് വന്ദനത്തിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ഉണ്ടാക്കിയ ട്യൂണിട്ട ഔസേപ്പച്ചനെ ഒന്നുമല്ല, ദാമോദരൻ മാസ്റ്റർ ഓർക്കുക.